അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. ഇന്ന് രണ്ട് അത്ഭുത കാര്യങ്ങളാണ് എനിക്ക് പങ്കുവെക്കാനുള്ളത്. ഒന്ന്, 40-ലേറെ തവണ ഹജ്ജ് ചെയ്ത് പരിശുദ്ധ കഅബൻ്റെ മുന്നിൽ വന്ന ആ കഅബൻ്റെ മതാഫിന് മുൻപിൽ അന്ന് കിണർ കാണുമായിരുന്നു. ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിക്കാൻ ഭാഗ്യം ലഭിച്ച, വളരെ 142 വയസ്സ് വരെ ജീവിക്കാൻ അപൂർവ ഭാഗ്യം ലഭിച്ച നല്ല വിശ്വാസിയായ ഭക്തിയുള്ള ഒരു മനുഷ്യനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം അള്ളാഹിൻ്റെ ഹബീബായ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടൊരു പെൺകുട്ടി, അള്ളാഹിൻ്റെ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടൊരു പെൺകുട്ടി, അതിന് ചെറിയൊരു കാരണക്കാരനാവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചൊരു അപൂർവമായ വളരെ സന്തോഷം നിറഞ്ഞ ഒരനുഭവം. ഇൻഷാ അല്ലാഹ് ഈ രണ്ട് കാര്യങ്ങളെ പങ്കുവെക്കുള്ളത്. നമുക്ക് ആദ്യം എന്തായാലും ആ ഒരു 40-ലേറെ ഹജ്ജ് ചെയ്തൊരു മനുഷ്യനെ കുറിച്ച് നമുക്ക് ആദ്യം പറയാം. 142-ാമത്തെ വയസ്സിലാണ് നാസർ ബിൻ റദാൻ അൽ റാഷിദ്. 40-ലേറെ ഹജ്ജ് ചെയ്തൊരു മനുഷ്യൻ, 142 വയസ്സ് വരെ ജീവിച്ച ഒരാൾ. എന്തൊരു മഹാഭാഗ്യം! മനുഷ്യൻ ചെയ്ത് 40-ലേറെ ഹജ്ജും 100-ലധികം വിശുദ്ധ ഉംറയും. എന്നു മാത്രമല്ല, ഈ മനുഷ്യൻ ഹജ്ജ് ചെയ്യുന്ന സമയത്ത് മതാഫിന് മുൻപിൽ, നമ്മളൊക്കെ വീടിന് മുൻപിൽ കിണറുണ്ടാവുന്നത് പോലെ പരിശുദ്ധ കഅബയുടെ മുന്നിൽ അന്ന് സംസം കിണറാണ്. ആ സംസം കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ്. ആ വിശുദ്ധ ഹറമിൽ നടന്ന അപകടങ്ങളിൽ സാക്ഷിയായ ഒരാൾ. അദ്ദേഹം ഇന്നലെ അന്തരിച്ചു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ, ഖബറിടം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. സൗദിയിലുള്ള അബ്ദുൽ അസീസ് എന്നുള്ള അവരുടെ ആധുനിക സൗദിയുടെ ഭരണാധികാരി മുതൽ ഇന്നത്തെ സൽമാൻ രാജകുമാരനുമായിട്ട് വരെ ബന്ധമുള്ള ആ ഭരണകൂടങ്ങളെയൊക്കെ നേരിൽ കണ്ട് മനസ്സിലാക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ്. ഞാൻ അദ്ദേഹത്തിൽ കണ്ട ഏറ്റവും വലിയൊരു ഭാഗ്യം, വലിയ കോടീശ്വരനാണ്. അദ്ദേഹത്തിന് വലിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന് ഗോതമ്പ്, ബാർലി, തൈര്, ഇതാണ് അദ്ദേഹത്തിൻ്റെ ഇഷ്ടവിഭവം. അദ്ദേഹം നല്ലൊരു സ്വാത്വികനായ ഒരാളാണ്. ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ ആശയങ്ങൾ ഒരു താല്പര്യവുമില്ലാത്ത ഒരാൾ. ഒരു ഭക്തിയിൽ കഴിഞ്ഞിരുന്ന ഈ മനുഷ്യൻ ഒരുപാട് പേർക്ക് പണം കൊടുത്തിട്ട് ഹജ്ജിന് പറഞ്ഞയച്ചിട്ടുമുണ്ട്. നല്ലൊരു മനുഷ്യനാണ്. റിയാദിലാണ് ഇന്നലെ ഖബറടക്കിയത്. 3 ഭാര്യമാരിലായിട്ട് 134 മക്കളും പേരമക്കളും അടക്കം 134 കുടുംബാംഗങ്ങളുണ്ടായിരുന്നു. ഒടുവിൽ കല്യാണം കഴിച്ച 110-ാമത്തെ വയസ്സിലാണ് ഒരു സ്ത്രീനെ കല്യാണം കഴിച്ചത്. അതിലൊരു കുട്ടിയൊക്കെ ഉണ്ടായി. ഇദ്ദേഹത്തിൻ്റെ മോൾക്ക് തന്നെ 90 വയസ്സ് കഴിഞ്ഞിട്ടൊക്കെ അവരൊക്കെ മരണപ്പെട്ടിട്ടും നല്ല ആരോഗ്യത്തോടു കൂടി അവർ ജീവിക്കാൻ കാരണം അവരെ ഭക്ഷണ രീതിയാണ് അത്ര. എപ്പോഴും ദിക്റും സ്വലാത്തുകളും ചൊല്ലി നടക്കുന്ന ഒരു പ്രകൃതം. അള്ളാഹു അദ്ദേഹത്തിന് ഖബറിൽ സന്തോഷം കൊടുക്കട്ടെ. കാരണം ഇതൊരു അത്ഭുത മനുഷ്യൻ തന്നെയാണ്. നടന്നിട്ട് വന്നിട്ട് പോലും ഹജ്ജ് ചെയ്ത ഒരാളാണ്. അപ്പോൾ എത്ര ഹജ്ജിൻ്റെ അനുഭവം ഉണ്ടാവും. ഇന്ന് അദ്ദേഹത്തിന് കാണുമ്പോൾ, ഇന്നിപ്പോൾ സഫ മറുവ കുന്നുകളൊക്കെ ചില്ലും കൂട്ടിൻ്റെ ഉള്ളിലല്ലേ. സഫ മറുവ കുന്നുകളുടെ മുകളിൽ ഇരുന്ന് വിശ്രമിച്ചിരുന്ന ആളുകളുണ്ട്. ഹജ്ജിനും ഉംറക്കും പോയവർക്കറിയാം, സഫാൻ്റെ കുന്നിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് സഅയ് നടക്കുമ്പോൾ അതൊരു ഗ്ലാസിനുള്ളിൽ ഒതുങ്ങുന്ന ഒരു ചെറിയൊരു പർവ്വതത്തിൻ്റെ കുട്ടി മാത്രമായി. ബാക്കിയൊക്കെ എന്ത് ചെയ്തു, വികസനത്തിൻ്റെ പേരിൽ പോയി. അപ്പം അതിൻ്റെ മേൽക്കൊക്കെ നടന്ന് കയറാൻ അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ സൗദി നോക്കിയാൽ അത്ഭുതപ്പെട്ടു പോകും ആ മാറ്റങ്ങൾ, വികസനങ്ങൾ കണ്ടിട്ട്. ഇദ്ദേഹത്തിന് അബ്ദുള്ള രാജാവ് നേരിട്ട് വിളിച്ച് സൽക്കരിച്ച് 1,00,000 രൂപ സമ്മാനമൊക്കെ കൊടുത്തിരുന്നു. അപ്പം അള്ളാഹു അദ്ദേഹം ഇത്രയും കാലം ദീർഘായുസ്സ് കൊടുത്ത് ഈ മാറ്റങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി തന്നെ. പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇദ്ദേഹത്തിനൊക്കെ പേഴ്സണലി ഒരുപക്ഷെ മലയാളികൾക്കായിട്ട് ബന്ധമുള്ള ഒരുപാട് ആളുകളെ സഹായിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഉപ്പൂപ്പ എന്നാണ് അറിയപ്പെടുക. ഉപ്പൂപ്പ അദ്ദേഹത്തിന് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ട ഒരു പെൺകുട്ടിയുടെ കഥയാണ്. അതായത് ഒരു MBBS വിദ്യാർത്ഥിനിയായ ഒരു പെൺകുട്ടിയാണ്. ഒരു ലൈഫിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പെൺകുട്ടിയുടെ ഉപ്പയുടെ ഒരു മരണം അതൊരു വല്ലാത്തൊരു ഷോക്കായി. ഉപ്പ കൂടി മരണപ്പെട്ടതോടുകൂടി വീട്ടുകാർ വലിയ സമ്മർദ്ദത്തിലായി. അപ്പോഴാണ് എല്ലാവരും ഇങ്ങനെ പറയുന്നത്, നിങ്ങളുടെ വീട്ടിനെന്തോ ദോഷമുണ്ട്, വീട്ടിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതാണ് ഇങ്ങനെ തുടരെ ദുരന്തങ്ങൾ. അതിൽ ആദ്യം ഇവർക്കൊരു അപകടത്തിൽ ഉമ്മാക്ക് പരിക്ക് പറ്റി. പിന്നെ ഇവരുടെ ബിസിനസ്സിന് ഭയങ്കര വീഴ്ച ഉണ്ടായി, കോടികളുടെ നഷ്ടം ഉണ്ടായി. ഇങ്ങനെ പല ദുരന്തങ്ങളും ഉണ്ടായിട്ട് ഒടുവിലാണ് ഈ ഉപ്പയുടെ മരണം സംഭവിക്കുന്നത്. ഉപ്പ വാഹനാപകടത്തിൽ മരണപ്പെട്ടതാണ്. അപ്പോൾ പലരും ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ വീടിന് എന്തോ ആരോ സിഹിർ ചെയ്തിട്ടുണ്ട്, എന്തോ ഒരു ദോഷമുണ്ട്. അതാണ് ഇങ്ങനെ തുടരെ ദുരന്തങ്ങളും അഭിവൃദ്ധികളൊക്കെ സംഭവിക്കുന്നത്. അങ്ങനെ ഇവർ അതിപ്പോൾ എങ്ങനെ ഇതിന് ചികിത്സ നടത്തുക. പക്ഷേ ഈ പെൺകുട്ടിക്ക് MBBS പഠിക്കുന്ന ഈ ഒരു പെൺകുട്ടിക്ക്, റിൻഷ എന്ന് പേരുള്ള ഈ പെൺകുട്ടിക്ക് ഇതിലൊന്നും വലിയ വിശ്വാസമല്ല. അവർ ഇതൊക്കെ തട്ടിപ്പാണ്, ഇതൊക്കെ ഓരോരുത്തരുടെ അടുത്ത് പോയിട്ട് അവരെ നമ്മളിൽ നിന്ന് പണം പിടുങ്ങാൻ വേണ്ടിയിട്ടുള്ള, പറ്റിക്കാൻ വേണ്ടിയുള്ള ഏർപ്പാടാണ് എന്ന് കരുതിയിരുന്ന ഒരു പുരോഗമനവാദിയാണ്. അങ്ങനെ ഉപ്പയുടെ മരണശേഷം MBBS പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇവർ ഒരു ഗുരുനാഥൻ്റെ അടുത്ത് പോയി. അപ്പോൾ ആ ഗുരുനാഥൻ എന്ന് പറയുന്നത് ഞാൻ ഇടയ്ക്കിടെ സന്ദർശിക്കുന്ന ഒരു വലിയ സൂഫി ഗുരുവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് അവർ വരുന്ന സമയത്ത് ഞാനും അവിടെ പ്രസൻ്റായിരുന്നു. അവരിങ്ങനെ വന്ന് സങ്കടങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞു,
നിങ്ങൾ എന്തായാലും ഒന്നുകൊണ്ടും പേടിക്കേണ്ട. അപ്പോൾ എന്നോട് ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഒരു സ്വലാത്തുണ്ട്. ആ സ്വലാത്ത് നമ്മുടെ ലൈഫിൽ വളരെ വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാക്കും. ആ മാറ്റങ്ങൾ എനിക്കെൻ്റെ ഗുരുനാഥന് സമ്മാനിച്ചൊരു കാര്യമാണ്. അപ്പോൾ അവിടെ പ്രസൻറ്റിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഉണ്ട്. അദ്ദേഹം അത്തരം ചികിത്സകൾ സ്വീകരിക്കുന്ന ഒരാളല്ല. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരുടെ കയ്യിൽ എന്ത് ചെയ്യുക, ഏൽപ്പിക്കുക ചെയ്യുക. അപ്പോൾ എന്നോട് പറഞ്ഞത് നീ ആ സ്വലാത്തൊന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഞാനതൊരു വലിയ ഭാഗ്യമായിട്ട് കണ്ടു. കാരണം എൻ്റെ ഗുരുനാഥൻ ഒരവസരം എനിക്ക് തരിക, പെർമിഷൻ തരിക, അതിന് എനിക്കൊരു നമ്മൾ പറയില്ലേ അനുമതി തരിക എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സന്തോഷം ഉണ്ടാക്കിയൊരു കേസാണ്. അങ്ങനെ എനിക്കെൻ്റെ ഗുരുനാഥൻ പറഞ്ഞു തന്നതല്ലാതെ വേറൊന്നും എൻ്റെ കയ്യിലില്ല. ഞാൻ അവർക്കൊരു സ്വലാത്ത് പറഞ്ഞു കൊടുത്തു. രാത്രി ഒളു എടുത്ത് കെടുക്കണം, എന്നിട്ട് ഈ ഒരു സ്വലാത്ത് ചൊല്ലണം. അപ്പോൾ ആ ഒരു സ്വലാത്ത് നമുക്ക് ഇവിടെ ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയുന്നത് കൊണ്ട് വലിയ കാര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ആ സ്വലാത്ത് പറയാത്തത്. അത് നേരിട്ട് പറയേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ ആ സ്വലാത്ത് നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ലൈഫിൽ എന്ത് പ്രശ്നങ്ങളുണ്ടോ അത് മുഴുവനും മാറിക്കിട്ടുമെന്നുള്ളത് എൻ്റെ ഗുരുനാഥൻ എനിക്ക് അനുഭവിപ്പിച്ചു തന്നൊരു കാര്യമാണ്. നമുക്കിങ്ങനെ പറഞ്ഞു തന്നുള്ളതല്ല, അത് നമുക്ക് യക്കീനായിട്ട് അനുഭവം ഉണ്ടായൊരു കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. നമ്മുടെ കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്തെങ്കിലും ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ദുരന്തങ്ങളൊക്കെ മറ്റാൾ സിഹർ ചെയ്തു, മറിച്ചാൾ സിഹർ ചെയ്തു എന്ന് പറഞ്ഞ് വിശ്വസിക്കണ്ട. അങ്ങനെയൊന്നും നമ്മളതിൻ്റെ പിന്നാലെ പോകണ്ട. സിഹറൊക്കെ യാഥാർത്ഥ്യം തന്നെയാണ്. ആളുകൾ ചെയ്തു കഴിഞ്ഞാൽ അത് ഫലിക്കുകയും ചെയ്യും. നമ്മളതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ തൊട്ടതും പിടിച്ചതൊക്കെ ആ ചിന്തയിലേക്ക് മാറും. അപ്പം അതൊന്നും വേണ്ട. ഇപ്പോൾ പഠനകാര്യത്തിൽ ശ്രദ്ധിക്കുക. ഈ ഒരു സ്വലാത്ത് നിങ്ങൾ ചൊല്ലാന്ന് പറഞ്ഞു. മാഷാ അല്ലാഹ് ആ ഒരു സ്വലാത്ത് ലൈഫിൽ ഞാൻ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഗുരുനാഥൻ എന്നെ പഠിപ്പിച്ചത് ഞാൻ പറഞ്ഞു കൊടുത്തതുപോലെ ചെയ്തപ്പോൾ വളരെ വലിയ മാറ്റങ്ങൾ, സന്തോഷങ്ങൾ. അതായത് എന്തായിരുന്നു അവരുടെ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, ആ പ്രയാസങ്ങളൊക്കെ മാറ്റം വരാൻ തുടങ്ങി. വീടിലൊരു ബർക്കത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞ സാധനമുണ്ട്. നമുക്ക് കുറേ പണമുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും നമുക്കൊരു അനുഗ്രഹം, ഒരു ബർക്കത്തില്ലെങ്കിൽ നമുക്കത് സന്തോഷത്തോടെ ഫീൽ ചെയ്യില്ല. ആ ഫീലില്ലായ്മ അവർക്ക് മാറി വല്ലാത്തൊരു ബർക്കത്തും സന്തോഷങ്ങളുണ്ടായി. എന്നിട്ട് അവർ എനിക്ക് പറഞ്ഞൊരു വാക്കുണ്ട്. ഞാനത് പറയുമ്പോൾ സ്വലാത്ത് ചൊല്ലാൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ നല്ല വിശുദ്ധ മനസ്സോട് കൂടിയിട്ട് ക്ലിയറായിട്ടിത് ചൊല്ലിക്കഴിഞ്ഞാൽ മാഷാ അല്ലാഹ് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ സന്തോഷമുണ്ടാകും. ഏറ്റവും വലിയ സന്തോഷം ഹബീബായ റസൂലുള്ളാഹിനെ നമ്മൾ കാണുക എന്നുള്ളതാണ്. അത് കാണുക എന്നുള്ളത് വലിയ കാരണം നമ്മുടെ ഉള്ളിലുണ്ട് റസൂലുള്ള. നമുക്കത് യക്കീനായിട്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ മനാമിലെങ്കിലും സ്വപ്നത്തിലെങ്കിലും കാണണ്ടേ. കാരണം ഹബീബായ റസൂലുള്ള അള്ളാനെ കാണാൻ പോയതാണ് ഇസ്രാ മിഅ്റാജും. നമ്മളെല്ലാവരും പഠിച്ച കാര്യമാണ്. നമ്മളിത് അടുത്ത ശനിയാഴ്ച അതിൻ്റെ സന്തോഷം, അതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. നോമ്പെടുത്ത് ഓർമ്മിക്കുന്നവരുണ്ട്, ഭക്ഷണം കഴിച്ച് ഓർമ്മിക്കുന്നവരുണ്ട്. എങ്ങനെയാണ് നിങ്ങൾക്ക് ആ വിഷയത്തിൽ നന്ദി ചെയ്യാൻ കഴിയുക? എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നോമ്പ് കൊടുക്കുന്നവരോ ഭക്ഷണം നോമ്പ് നോക്കാത്തവരോ എന്താണെങ്കിലും നമ്മൾ ആ ദിവസം നമ്മൾ ഓർമ്മിക്കപ്പെടേണ്ട ഒരു ദിവസം. അള്ളാഹിൻ്റെ ഹബീബായ റസൂലുള്ളാഹിൻ്റെ ലൈഫിൽ സംഭവിച്ച ഏറ്റവും വലിയ സംഭവമാണ് അത് ഇസ്രാ മിഅ്റാജും. അന്നാണ് അള്ളാഹിൻ്റെ ഹബീബിനെ പോയി കാണുന്നത്. അങ്ങോട്ട് ചെന്ന് കാണുന്നൊരു രംഗം മാഷാ അല്ലാഹ്. നമുക്ക് അള്ളാഹിനെ കാണാൻ കഴിയില്ല, പക്ഷെ നമുക്ക് ആരെ കാണാൻ കഴിയും? അള്ളാഹുവിനെ കണ്ട റസൂലുള്ളാഹിനെ നമുക്ക് മനാമിൽ കാണാൻ കഴിയും. അതൊരു വലിയ വിശ്വാസം തന്നെയാണ്. ആ ഒരു പെൺകുട്ടിക്ക് ആ ഒരു സന്തോഷമുണ്ടായി. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് റസൂലുള്ളാഹിനെ കണ്ടത് പറയാൻ പാടില്ലല്ലോ. ഫഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ് ഖുർആനിലുള്ളതാണ്. നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ വിളിച്ചു പറയൂ. നിങ്ങൾ മറ്റുള്ളവരോട് ഏറ്റവും വലിയ നിഅമത്ത് ഏതാണ്? റസൂലുള്ളാഹിയാണ്. ഇതൊക്കെ മഹാന്മാർ പഠിപ്പിച്ച കാര്യം. ഏറ്റവും വലിയ നിഅമത്ത് റസൂലുള്ളാഹിയാണ്. ഫഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ് എന്നുള്ളതിന് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു കൊടുത്തൊരു വ്യാഖ്യാനം. ആ നിഅമത്ത് നമുക്ക് റസൂലുള്ളാഹിനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് വിളിച്ചു പറയണ്ടേ, റസൂലുള്ളാഹിനെ കുറിച്ച് പറയണ്ടേ. ആ പെൺകുട്ടിക്ക് മാഷാ അല്ലാഹ് ഒരു മാസം കഴിഞ്ഞ് വന്നപ്പോൾ കേട്ടൊരു സന്തോഷ വാർത്ത. അവരാ സത്യം കണ്ടു. ആ കണ്ടു എന്നുള്ളത് കേട്ടപ്പോൾ നമുക്കും വലിയൊരു അഭിമാനവും സന്തോഷവും. പെൺകുട്ടി ഡോക്ടർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെഡിക്കൽ കോളേജിൽ വലിയ സന്തോഷമാണ്. ആ സന്തോഷം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സാദ്യം എന്ത് ചെയ്യണം? ക്ലിയർ ചെയ്യണം. മാഷാ അല്ലാഹ് ഇതുപോലെയുള്ള സ്വലാത്തുകൾ നമ്മുടെ ലൈഫിൽ കൂട്ടിനുണ്ടോ? അള്ളാഹിൻ്റെ ഹബീബിനെ നമ്മൾ കാണും. ചില ആളുകൾ അതൊക്കെ എന്ത് ചെയ്യും? സന്തോഷം കൊണ്ട് വിളിച്ച് പറയും. ചിലർ സന്തോഷം കൊണ്ട് വിളിച്ച് പറയൂല, ചിലരുടെ സന്തോഷം വിളിച്ച് പറയാതിരിക്കലായിരിക്കും. ലൈഫിൽ 2 അനുഭവങ്ങൾ. ഒന്ന് 40 തവണ ഹജ്ജ്, 40-ലേറെ തവണ ഹജ്ജ് ചെയ്ത് 100 കണക്കിന് ഉംറ ചെയ്ത് അവിടുത്തെ മതാഫിലുള്ള അപകടങ്ങളും അവിടുത്തെ സന്തോഷങ്ങളും അവിടുത്തെ എന്താ പറയുക സംസം കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിക്കാനൊക്കെ ഭാഗ്യം ലഭിച്ചൊരു മനുഷ്യൻ്റെ ജീവിതാനുഭവങ്ങളും. ഒന്ന് ആധുനിക കാലത്തൊരു പെൺകുട്ടി മതപരമായിട്ട് വലിയ താല്പര്യമായ, പക്ഷേ വീട്ടിൽ ചില ദുരന്തങ്ങൾ കാരണം മതപരമായുള്ള താല്പര്യത്തിലേക്ക് വന്നു. അള്ളാഹിൻ്റെ ഹബീബിനെ സ്വപ്നം കാണാൻ ഭാഗ്യം ലഭിച്ചൊരു പെൺകുട്ടി. അത് ആ സ്വലാത്തിൻ്റെ ഒരു പവറാണ്. ഇൻഷാ അല്ലാഹ്
ആ സ്വലാത്ത് നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ലൈഫിൽ അതൊരു വലിയൊരു കരുത്താണ്. അപ്പോൾ ഇന്നലത്തെ ചോദ്യത്തിലും എല്ലാവരും കറക്റ്റ് എഴുതി ബുറാക്ക് എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇസ്രാവും മിഅ്റാജും നമുക്കറിയാലോ. ആ ഇസ്രാവും മിഅ്റാജും മക്കത്തു നിന്നാണോ നബിയുടെ യാത്ര പോയത് അതോ മദീനത്തു നിന്നാണോ നബി യാത്ര പോയത്? അതാണ് ചോദ്യം. മക്ക ഓർ മദീന, അതാണ് ആൻസർ എഴുതേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.